ധനമന്ത്രി നിർമ്മല സീതാരാമൻ മറ്റൊരു നാഴികക്കല്ലുകൂടി പിന്നിട്ടിരിക്കുകയാണ്. ഒരേ പ്രധാനമന്ത്രിക്ക് കീഴിൽ തുടർച്ചയായി 8 തവണ ബജറ്റ് അവതരിപ്പിക്കുന്ന ആദ്യ ധനമന്ത്രിയായി നിർമ്മല സീതാരാമൻ മാറി. അതിനാൽ തന്നെ ഇത് ചരിത്ര നിമിഷം തന്നെയാണ്. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ബജറ്റ് പ്രസംഗങ്ങൾ ഓരോന്നും രാജ്യത്തിന്റെ സമൃദ്ധമായ പാരമ്പര്യത്തിന്റെയും പൈതൃകത്തെയും ഉയർത്തിപ്പിടിക്കുന്ന സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റുകൾ കൂടിയാകാറുണ്ട്. കഴിഞ്ഞ 7 ബജറ്റ് പ്രസംഗങ്ങളിലും എന്നതുപോലെ ഇത്തവണയും ആ പതിവ് അവർ തെറ്റിച്ചില്ല. ധനമന്ത്രിമാരുടെ വേഷവിധാനങ്ങൾ പലപ്പോഴും ചർച്ചയാകാറുണ്ട്. ബജറ്റ് ദിവസങ്ങളിൽ ബജറ്റ് പെട്ടിയും ഫയലും എല്ലാം ഒഴിവാക്കി ടാബ്ലറ്റിൽ ബജറ്റ് രേഖകൾ ഡിജിറ്റലായി കൊണ്ടുവരുന്ന പതിവ് തുടങ്ങിയ നിർമ്മല ആ ടാബ്ലറ്റ് ഉപയോഗിക്കുന്ന കവറും പ്രത്യേകതയുള്ളതാണ്. ചുവന്ന നിറത്തിലുള്ള തുണി കൊണ്ട് നിർമ്മിച്ച ഈ കവറിന് ബഹിഘട്ട എന്നാണ് പറയുന്നത്. പരമ്പരാഗത ഇന്ത്യൻ ലെഡ്ജർ ശൈലിയാണ് ബഹിഘട്ട. തന്റെ വസ്ത്രധാരണത്തിലൂടെയും തനതായ ഇന്ത്യൻ സംസ്കാരം വിളിച്ചു പറയാൻ ശ്രമിക്കാറുണ്ട് നിർമ്മല സീതാരാമൻ. ഇക്കുറി ഇതിനായി ധനമന്ത്രി തെരഞ്ഞെടുത്തിരിക്കുന്നത് മധുബനി സാരിയാണ്. പ്രകൃതിയിൽ നിന്നും പുരാണങ്ങളിൽ നിന്നുമെല്ലാം പ്രചോദനം ഉൾക്കൊണ്ട ചിത്രങ്ങളാണ് മധുബനി ആർട്ടിന്റെ പ്രത്യേകത. ക്രീം നിറത്തിലുള്ള മധുബനി സാരിക്ക് ദക്ഷിണേന്ത്യൻ ടച്ച് നൽകുന്ന ട്രേഡ് മാർക്ക് കസവ് തുന്നിച്ചേർത്തിട്ടുണ്ട്. കോൺട്രാസ്റ്റിംഗ് റെഡ് ബ്ലൗസും അവർ തെരഞ്ഞെടുത്തു. സ്വർണ്ണവളകളും ലളിതമായ മാലയും കമ്മലും പതിവ് പോലെ നിർമ്മല സീതാരാമൻ ധരിച്ചിട്ടുണ്ട്. ബീഹാറിലെ മിഥില മേഖലയിൽ നിന്നുള്ള ഒരു പരമ്പരാഗത നാടോടി കലാരൂപമാണ് മധുബനി കല. പരമ്പരാഗത മധുബനി കലാകാരിയും 2021 പത്മശ്രീ പുരസ്കാര ജേതാവുമായ ബീഹാർ സ്വദേശിനി ദുലാരി ദേവിയോടുള്ള ആദരസൂചകമായാണ് നിർമ്മല ഇക്കുറി മധുബനി സാരി തെരഞ്ഞെടുത്തിരിക്കുന്നത്. സങ്കീർണമായ ജാമിതീയ പാറ്റേണുകൾ, പുഷ്പരൂപങ്ങൾ, പ്രകൃതിയുടെയും പുരാണങ്ങളുടെയും ചിത്രീകരണങ്ങൾ എന്നിവയാൽ സവിശേഷതയുണ്ട് ഇതിന്. 2024-2025 ബജറ്റ് അവതരിപ്പിക്കാനായി ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള മജന്ത ബോർഡറുള്ള ഓഫ് വൈറ്റ് മംഗളഗിരി സാരിയാണ് നിർമ്മല സീതാരാമൻ ധരിച്ചിരുന്നത്. എന്നാൽ ബീഹാറിലെ പരമ്പരാഗത കലാരൂപമായ മധുബനി സാരിയിൽ ഉൾപ്പെടുത്തിയത് ഫാഷൻ ചോയ്സ് മാത്രമാണോ അതോ മറ്റേതെങ്കിലും രഹസ്യങ്ങളുണ്ടോ, രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടോ എന്നതാണ് ഇപ്പോഴുള്ള ചർച്ച. നാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.